Now let's do the exercise 5.2. Question number 1 is, a survey is made to find the type of music that a certain group of young people liked in a city. ഒരു സിറ്റിയിലെ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക്കിൻ്റെ ഒരു സർവേ നടത്തിയതാണിത്. The adjoining pie chart shows the finding of this survey. സർവേയുടെ ഫൈൻഡിങ്സ് ആണ്. That is, സെമി ക്ലാസിക്കൽ ഇഷ്ടപ്പെടുന്നത് 20% of people, classical likes 10% of peoples, and 30% of peoples like folk, and 40% of peoples like light music. Okay, this is the data given. We have to find the answers for the following questions. First one is, if 20 people like the classical music, how many young people were surveyed? ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്നത് 20 പീപ്പിൾസ് ആണെങ്കിൽ എത്ര പേരെയാണ് സർവേ ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ ടോട്ടൽ പീപ്പിൾ. വി നോ ദാറ്റ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ക്ലാസിക്കൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്നത് 10% ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 10% ഓഫ് പീപ്പിൾ ലൈക്ക് ക്ലാസിക്കൽ മ്യൂസിക് വിച്ച് ഇസ് ഈക്വൽ ടു 20. അത് 20 ആണെങ്കിൽ, okay, 10% of people is 20. Then we can write 10% as 10 by 100 into total people is equal to 20. And from this we can find total people is equal to 20 into 100 by 10. Okay. ഈ 10/100 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് റെസിപ്രോക്കലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക 100/10. ആൻഡ് വി ക്യാൻ കട്ട് ദിസ് 2 zeros. 2 into 100 which is equal to 200. So 200 peoples are surveyed for this survey. Okay, now second question. Which type of music is liked by the maximum number of people? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏത് മ്യൂസിക്കാണെന്ന്. സി പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് ഏതാണ്? 40%. ഇറ്റ് ഈസ് ലൈറ്റ് മ്യൂസിക്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ലൈറ്റ് മ്യൂസിക്. നൗ ദ തേർഡ് ക്വസ്റ്റ്യൻ. ഇഫ് എ കാസറ്റ് കമ്പനി were to make 1000 CDs, how many of each type would they make? ഒരു കാസറ്റ് കമ്പനി 1000 CDs മേക്ക് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിനെയും, സെമി ക്ലാസിക്കലിന്, ക്ലാസിക്കലിന്, ഫോക്കിന്, ലൈറ്റ് മ്യൂസിക്കിന്, അങ്ങനെ ഓരോന്നിനെയും എത്ര CDs മേക്ക് ചെയ്യേണ്ടി വരുന്നതാണ്. ഓക്കെ, അപ്പോൾ വി ഹാവ് സെമി ക്ലാസിക്കൽ ഇസ് ഈക്വൽ ടു ഹൗ മെനി പെർസെൻറ്റേജ്? ഇറ്റ് ഇസ് 20% ആണ്. ഓക്കെ, അപ്പോൾ 20% ഓഫ് CD ആണ് ഉണ്ടാക്കേണ്ടത്. അതായത് 1000ൻ്റെ 20% നമുക്ക് കണ്ടുപിടിക്കണം. That is 20/100 into 1000. ടോട്ടൽ CDs 1000 ആണ്. ഓക്കെ, അപ്പോൾ 1000ൻ്റെ 20% ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഈ 2 zeros നമുക്ക് ക്യാൻസൽ ചെയ്യാം. 20 into 10 is 200. സോ സെമി ക്ലാസിക്കലിൻ്റെ 200 CDs മേക്ക് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ക്ലാസിക്കൽ. ക്ലാസിക്കൽ ഈസ് 10%. അപ്പോൾ ടോട്ടൽ CDs 1000 ആണ്. അപ്പോൾ 1000ൻ്റെ 10% കാണാം. 10/100 into 1000. ഈ 2 zeros നമുക്ക് ക്യാൻസൽ ചെയ്യാം. 10 into 10 is 100. ക്ലാസിക്കലിൻ്റെ 100 CDs മേക്ക് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ഫോക്ക്. And folk is 30%. Total number of CDs is 1000. So 30% of 1000. 30/100 into 1000. 0 cancel here. 30 into 10 is 300. So folk CDs how many? 300 CDs. Next is light music. Light music is 40%. So you have to find 40% of 1000.
Okay, 40 by 100 into 1000. These two zeros can be cancelled, which is equal to 40 into 10 is 400. So we have to make 400 light music CDs. Okay, total കാണുമ്പോൾ നമുക്ക് 1000 CDs കിട്ടും. So this is the answer for the first question. Second question is, a group of 360 people were asked to vote for their favorite season from the 3 seasons, rainy, winter and summer. Okay, 360 പീപ്പിളിനെ സർവേ ചെയ്തു. അവരുടെ അടുത്ത് പറഞ്ഞു വോട്ട് ചെയ്യാൻ, അവരുടെ ഫേവറേറ്റ് സീസൺ ഏതാണെങ്കിൽ അതിന് വോട്ട് ചെയ്യാൻ. സമ്മർ ആണോ, റെയിനി ആണോ, വിൻ്റർ ആണോ എന്ന്. സോ ദ ഡാറ്റ ഈസ് ഗിവൺ. 90 people likes summer season, 120 people likes rainy season and 150 people likes winter season. First question, which season got the most vote? ഇതിൽ ഏത് സീസണാണ് കൂടുതൽ വോട്ട് കിട്ടിയത്? Which is most? Winter. So winter is the answer. Winter season got most votes. Next, find the central angle of each sector. ഓരോന്നിൻ്റെയും സെൻട്രൽ ആംഗിൾ കാണാം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും 1 by 1 ആയിട്ട് കാണാം. ഫസ്റ്റ് വി ആർ ടേക്കിംഗ് സമ്മർ സീസൺ. സമ്മർ സീസൺ ഈസ് 90 people likes. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സെൻട്രൽ ആംഗിൾ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഫ്രാക്ഷൻ ആക്കണം അതിനെ, അല്ലേ? സോ 90 people likes സമ്മർ സീസൺ ആൻഡ് ദ ടോട്ടൽ പീപ്പിൾ ഈസ് 360, അല്ലേ? 360 പീപ്പിളിനെയാണ് സർവേ ചെയ്തത്. അപ്പോൾ ഫ്രാക്ഷൻ കാണാൻ എന്ത് ചെയ്യണം? ഇതിനെ ബൈ ടോട്ടൽ ചെയ്യുക. 90 by 360 ആൻഡ് അതിൻ്റെ സെൻട്രൽ ആംഗിൾ കാണാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 360. ഓക്കെ, അപ്പോൾ സെൻട്രൽ ആംഗിൾ കാണാൻ ആദ്യം നമ്മൾ ടോട്ടൽ കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അതിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇത് സെപ്പറേറ്റ് കാണിക്കാത്തത് ഇത് ഒറ്റയടിക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, സിംപ്ലിഫൈ ചെയ്യാം. കാരണം എന്താണ്? 360 and 360 can be cancelled. Okay, so which is equal to 90. So central angle for summer season is 90 degree. Next, rainy season. 120 people likes rainy season. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ കാണുമ്പോൾ 120 by 360. സെൻട്രൽ ആംഗിൾ കാണാൻ ഇൻറ്റു 360 degree. Okay, this 360s can be cancelled, which is equal to 120 degree. The central angle for rainy season is 120. Next is winter. 150 people likes winter season and the total people is 360 into 360 for finding central angle. This 360 and 360 can be cancelled, which is equal to 150 degree. So central angle for winter season is 150 degree. Next, third question. Draw a pie chart to show this information. ഒരു പൈ ചാർട്ട് വരയ്ക്കണം. ഓക്കെ, പൈ ചാർട്ട് വരയ്ക്കാൻ ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ വിത്ത് എനി റേഡിയസ്. മാർക്ക് ഇറ്റ്സ് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഓക്കെ, നമ്മൾ സെൻട്രൽ ആംഗിൾ നേരത്തെ കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് സമ്മർ സീസൺ മാർക്ക് ചെയ്യാം. സമ്മർ സീസണിൻ്റെ സെൻട്രൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ഫസ്റ്റ് മാർക്ക് ചെയ്യാം. പ്രൊട്രാക്ടർ കറക്റ്റ് സെൻറ്ററിലെ റേഡിയസിനോട് ചേർത്ത് വയ്ക്കുക. ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് മാർക്ക് ചെയ്യുക. 90 ഡിഗ്രി. ദിസ് ഇസ് 90 ഡിഗ്രി ആൻഡ് ഇറ്റ് ഈസ് സമ്മർ season. Okay, next we have to mark rainy season. It is 120 degree. Okay, അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 120 ഡിഗ്രി വരയ്ക്കാൻ കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കുക, പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ വയ്ക്കുക ആൻഡ് ആ ലൈനോട് ചേർത്ത് വയ്ക്കുക. ഇത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ദിസ് ഇസ് 0. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. താഴെയാണ് അപ്പോൾ നോക്കേണ്ടത് 120 ഡിഗ്രി വരുന്നത് നോക്കുക. ഹിയർ ഇറ്റ് കംസ് 120 ഡിഗ്രി. ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, so this is 120 degree and this is for rainy season.
Okay, next we have to mark winter. It is 150 degree. അപ്പോൾ ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ വെക്കുക. ഈ ലൈനോട് നമ്മൾ അവസാനം വരച്ച ലൈൻ ഏതാണോ അതിനോട് ചേർത്താണ് വെക്കേണ്ടത്. ഓക്കെ, നൗ 150 ഡിഗ്രി മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലൈൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നോക്കേണ്ടത്. ഇവിടെ നിന്ന് 0 എന്ന് നോക്കുക. 150 ഡിഗ്രി വരുന്നത്. ഓക്കെ, 0 എന്ന് നോക്കി 150 ഡിഗ്രി കറക്റ്റ് വരുന്നത് ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇറ്റ് ഈസ് മാർക്ക്ഡ്. ഇത് 150 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, and this is winter season. So this is the pie chart for this question. Third question, draw a pie chart showing the following information. The table shows the colors preferred by a group of people. Okay, the data is this, that is the information is about the people who likes their favorite colors. Okay, blue colors like 18 people, green colors like 9 people, red color like 6 people, and yellow color like 3 people, and total people is 36. Okay, but we have to make a pie chart. For that നമുക്ക് എന്ത് വേണം, ഒരു ടേബിൾ വേണം അല്ലേ. സോ ഗിവൺ ഡീറ്റെയിൽസ് വെച്ചിട്ട് മേക്ക് എ ടേബിൾ ലൈക്ക് ദിസ്. ടേബിളിൽ എന്തൊക്കെ വേണം, ദ കളേഴ്സ്, നമ്പർ ഓഫ് പീപ്പിൾ, and in fraction, then central angle. Okay, so this is the data in the question. Okay, first we have to make it as a fraction. ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ആക്കണം. ആൻഡ് ദ ടോട്ടൽ പീപ്പിൾ ഇസ് 36 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഫ്രാക്ഷൻ ആക്കാൻ 36 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 18 ഡിവൈഡഡ് ബൈ 36. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് 1/2. നെക്സ്റ്റ് 9 ആണ്. fraction 9/36, which is 1/4. Next is 6/36 equal to 1/6. Next is 3/36, which is equal to 1/12. Okay, അപ്പോൾ തന്നിട്ടുള്ള ഫ്രാക്ഷനെ നമ്മൾ എപ്പോഴും സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണം. നെക്സ്റ്റ് we have to find the central angle. Okay, we know that the central angle is 1/2 into 360 degree. Okay, 360യുടെ ഹാഫ് എന്ന് പറയുന്നത് 180 degree ആണ്. So the central angle for blue color is 180 degree. Next 1/4 into 360 degree. Okay, 360യുടെ 1/4 എന്ന് പറയുന്നത് നിങ്ങളുടെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, 90 വരും അല്ലേ. 90 degree. Next is 1/6 into 360. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 times 60 degree. Next 1/12 into 360 degree. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ we get it is 60 degree. Okay, next we have to draw its pie chart. ഇപ്പോൾ പൈ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ആദ്യം നമുക്ക് സർക്കിൾ വിത്ത് എനി റേഡിയസ്, മാർക്ക് ഇറ്റ് സെൻറ്റർ ആൻഡ് റേഡിയസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മുതലേ ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ബ്ലൂ കളറാണ്. ബ്ലൂ കളറിൻ്റെ ആംഗിൾ 180 degree ആണ്. നമുക്കറിയാം 180 degree ഈസ് അല്ലേ ഹാഫ് ഓഫ് ദ സർക്കിൾ. അത് 180 degree ആണ്. സോ ദിസ് ഈസ് 180 degree ആൻഡ് ദിസ് ഈസ് ഫോർ ബ്ലൂ കളർ. നെക്സ്റ്റ് ഗ്രീൻ ആണ്. ഗ്രീനിൻ്റെ 90 degree. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് 90 degree മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് 90 degree ഗ്രീൻ. നെക്സ്റ്റ് റെഡ്. റെഡിൻ്റെ സെൻട്രൽ ആംഗിൾ 60 degree ആണ്. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം 60 degree. ഓക്കെ, ദിസ് ഈസ് 0. ഇവിടെ നിന്ന് 60 degree വരുന്നത് ഹിയർ. ഇത് ജോയിൻ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് 60 degree റെഡ്. ആൻഡ് ദ റിമൈനിങ് പാർട്ട് എന്തായിരിക്കും, 60 degree തന്നെ ആയിരിക്കും. യു ജസ്റ്റ് ചെക്ക് ഇറ്റ്. യെസ്, ഇറ്റ് ഈസ്
sorry, it is 30 degree. Okay, here it is 30 degree. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 30 ഡിഗ്രി ആണ് കിട്ടുക കേട്ടോ. Okay, so the remaining part is 30 degree and it is yellow. Okay, so this is the pie chart for the question number 3. Now there are 2 more questions, question 4 and 5. You just read the questions and try to find their answers. Okay, see you next class. Thank you.